ഡാർക്ക് സർക്കിൾസ് എല്ലാവരും അലട്ടുന്ന പ്രധാനപ്പെട്ട ഒരു കംപ്ലൈൻ്റ് ആണ് ഡാർക്ക് സർക്കിൾസ് അഥവാ നമ്മുടെ കണ്ണിന് ചുറ്റും വരുന്ന കറുത്ത നിറം. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്നാമത്തേത് ജനറ്റിക്സ്, അതായത് നമ്മുടെ പേരൻസിന് ആർക്കെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾക്കും ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. രണ്ടാമത്തേത് ഏജിങ്, അതായത് വയസ്സാവുമ്പോൾ കണ്ണിനടിയിലുള്ള കൊളാജനൊക്കെ കുറഞ്ഞിട്ട് അതുപോലെ തന്നെ ഫാറ്റ് കണ്ടൻറ്റൊക്കെ കുറഞ്ഞിട്ട് അവിടെയുള്ള ബ്ലഡ് വെസൽസ് കുറച്ചും കൂടി വിസിബിളായിട്ട് കാണാൻ വേണ്ടി തുടങ്ങും, ഏജിങ്. മൂന്നാമത്തേത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അതായത് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടാത്ത അവസ്ഥ, അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാതിരിക്കുന്നത്, അതുപോലെ വേറൊന്നാണ് നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് കിട്ടാത്തൊരവസ്ഥ. ഇതൊക്കെ കാരണവും ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മൾ അമിതമായിട്ട് മദ്യപാനവും പുകവലിയും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കും ഡാർക്ക് സർക്കിൾസ് കണ്ടുവരാറുണ്ട്. വേറൊന്നാണ് അമിതമായിട്ട് കണ്ണ് തിരുമുന്നത് മൂലവും ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും. ഒപ്പം വേറെ എന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷൻസ് ലൈക്ക് തൈറോയിഡോ അനീമിയ പോലെയുള്ള ഹെൽത്ത് കണ്ടീഷൻസ് കാരണവും ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ ഇത് ഏതെങ്കിലുമൊക്കെ ദോഷങ്ങളുടെ ഇംബാലൻസ് കാരണമായിരിക്കും. മെയിൻലി വാതദോഷം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശരിയാക്കുക, അതായത് ആവശ്യത്തിനുള്ള ഉറക്കം, ആവശ്യത്തിനുള്ള ഭക്ഷണം, വെള്ളം, അതൊക്കെ. അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ശരീരത്തിന് നിറം തരുന്നതായ നാൽപ്പാമ്പരാതിയോ ഏലാതിയോ പോലെയുള്ള എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് അവിടെ ഒരു ചെറിയ ലൈറ്റ് ആയിട്ടൊരു മസാജ് പോലെ ചെയ്യാം. ഒപ്പം തന്നെ കണ്ണിൻ്റെ ആ ഭാഗം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എഷ്ടിമധു കഷായമോ അല്ലെങ്കിൽ ത്രിഫല കഷായമോ ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുങ്കുമാതി തൈലം വെച്ചിട്ട് അവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് പ്ലസ് ലൈഫ് സ്റ്റൈലിൻ്റെ മോഡിഫിക്കേഷനും കൊണ്ട് കുറേ മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. പക്ഷേ ഏതൊരു മെഡിക്കൽ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ടും ഒരു ആയുർവേദിക് ഡോക്ടറുടെ അഡ്വൈസോട് കൂടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം.